നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വർഷത്തെ യുവേഫ യൂറോ കപ്പ് അടുത്ത മാസമാണ് അരങ്ങേറുക. ജർമ്മനിയാണ് ഇത്തവണ ഈ ഒരു ടൂർണമെന്റിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഈ ടൂർണമെന്റിലെ കിരീട ഫേവറേറ്റുകളിൽ ഒന്നാണ് ഫ്രാൻസ്. നമുക്കറിയാം, അവരുടെ ആ ഒരു സ്ക്വാഡ് പരിശീലകനായ ദിദ്യർ ദശാംസ് പ്രഖ്യാപിച്ചിരുന്നു. സൂപ്പർ താരം ഒലിവർ ജിറൂദിന് ഈ ഒരു സ്ക്വാഡിൽ ഇടം നേടാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോഴിതാ അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതായത് ഈ ഒരു യൂറോ കപ്പിന് ശേഷം ഫ്രഞ്ച് ദേശീയ ടീമിൽ നിന്നും താൻ പടിയിറങ്ങുകയാണ്, വിരമിക്കുകയാണ് എന്നുള്ള കാര്യം ഇപ്പോൾ ജിറൂദ് തന്നെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പ്രമുഖ ഫ്രഞ്ച് മാധ്യമമായ ലെ കുപ്പയ്ക്ക് അദ്ദേഹം ഒരു അഭിമുഖം നൽകിയിരുന്നു. ഈ ഒരു അഭിമുഖത്തിലാണ് തന്റെ വിരമിക്കൽ പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: തീർച്ചയായും ഞാൻ ഫ്രഞ്ച് ദേശീയ ടീമിനെ ഒരുപാട് മിസ് ചെയ്യും. പക്ഷെ എനിക്ക് എൻ്റെ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കേണ്ടതുണ്ട്, കാരണം ഒരുപാട് യുവതാരങ്ങൾ അവിടെയുണ്ട്. ഇതാണ് ഇപ്പോൾ ഒലിവർ ജിറൂദ് പറഞ്ഞിട്ടുള്ളത്. ഫ്രഞ്ച് ദേശീയ ടീമിന് നഷ്ടപ്പെടുന്നത് അവരുടെ ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച ടോപ്പ് സ്കോററെയാണ്. 131 മത്സരങ്ങൾ ഫ്രാൻസിന് വേണ്ടി കളിച്ച ഇദ്ദേഹം 57 ഗോളുകൾ നേടിയിട്ടുണ്ട്. ഫ്രഞ്ച് ദേശീയ ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം ജിറൂദ് തന്നെയാണ്. നമുക്കറിയാം, അദ്ദേഹം 2018 വേൾഡ് കപ്പ് ഫ്രാൻസ് നേടുമ്പോൾ ആ ടീമിന്റെ ഭാഗമായിരുന്നു ജിറൂദ്. അന്ന് അദ്ദേഹത്തിന് ഗോളുകൾ ഒന്നും നേടാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിൽ അദ്ദേഹം ഫ്രാൻസിന് വേണ്ടി 4 ഗോളുകൾ നേടിയിട്ടുണ്ട്. ആ ഒരു ഫൈനലിൽ അർജന്റീനയോട് ഫ്രാൻസ് പരാജയപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. ക്ലബ്ബ് തലത്തിൽ ആഴ്സണൽ, ചെൽസി എന്നിവർക്ക് വേണ്ടിയൊക്കെ കളിച്ച താരമാണ് ജിറൂദ്. അദ്ദേഹം ഏറ്റവും ഒടുവിൽ AC മിലാന് വേണ്ടിയാണ് കളിച്ചിട്ടുള്ളത്. ഈ സീസണിന് ശേഷം അദ്ദേഹം AC മിലാൻ വിടുകയാണ്. MLS ക്ലബ്ബായ ലോസ് ആഞ്ചലസ് FC വേണ്ടിയാണ് പിന്നീട് അദ്ദേഹം കളിക്കുക. ഏതായാലും ഈ ഒരു യൂറോ കപ്പ് നേടിക്കൊണ്ട് ജിറൂദിനെ യാത്രയാക്കാൻ ഫ്രഞ്ച് ടീമിന് കഴിയുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.